ഹേ ഗുഡ് പീപ്പിൾ. അപ്പോൾ ഈസ്റ്ററൊക്കെ വരുവാണല്ലോ, അപ്പോൾ ഞങ്ങൾക്കും കോളേജിൽ നിന്ന് ലീവൊക്കെ തന്നു കേട്ടോ. അപ്പോൾ വീടെല്ലാം പൂട്ടിയിട്ട് ഞങ്ങൾ നാട്ടിലോട്ട് പോവായിരുന്നേ. ഈ വട്ടം നാട്ടിൽ പോയപ്പോൾ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വട്ടം നാട്ടിൽ പോകുമ്പോഴും അത്രയും കാണാറുണ്ട്. എല്ലാ വട്ടവും വിചാരിക്കും ഒത്തിരി ലഗേജ് ഒന്നും ഇല്ലാതെ പീസ്ഫുൾ ആയിട്ട് പോകണമെന്ന്. കാരണം ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നാണല്ലോ. ഞങ്ങളുടെ ഭാഗ്യത്തിന് ഇതുവരെ ഞങ്ങൾക്ക് ആ ഒരു കംഫർട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാ വട്ടം പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കാണും. പിന്നെ ഞങ്ങൾ മിക്കവാറും നാട്ടിൽ പോകുന്നത് ട്രെയിനിലാണ് കേട്ടോ. ഞങ്ങൾ ബസ് അധികം അങ്ങ് പ്രിഫർ ചെയ്യാറില്ല. പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ ഞങ്ങൾ ബസ്സിൽ പോകാറുള്ളൂ. പിന്നെ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമില്ല കേട്ടോ. ഹരിപ്പാട് എത്തുന്നത് വരെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും ഹരിപ്പാട് എത്തിയോ എന്ന്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു സിനിമയൊക്കെ കണ്ട് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നേ. പിന്നെ രാത്രി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് നമ്മുടെ ഹരിപ്പാട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പപ്പ നേരത്തെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു 5 മിനിറ്റ്സേ ഉള്ള ആകെയുള്ള ദൂരം. അങ്ങനെ പിന്നെ നമ്മൾ എളുപ്പം തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ 2 മാസത്തിന് ശേഷമാണ് നാട്ടിൽ വരുന്നത്. ഞാൻ സാധാരണ ഇടയ്ക്കിടയ്ക്കൊക്കെ നാട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഈ വട്ടം 2 മാസം എടുത്തതുകൊണ്ട് കുറച്ച് എക്സൈറ്റ്മെൻറ്റ് കൂടുതലായിരുന്നു കേട്ടോ. വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോഴേ മമ്മി വീട്ടിൽ നിന്ന് ഓടി വന്നിട്ട് മമ്മിയുടെ സ്നേഹപ്രകടനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാ വട്ടം വരുമ്പോഴും മമ്മി തലേദിവസം ചോദിക്കുക എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെന്ന്. ഞാൻ മിക്കവാറും അപ്പവും താറാവ് റോസ്റ്റുമാണ് പറയുന്നത്. കാരണം എനിക്ക് മമ്മിയുടെ താറാവ് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചപ്പോഴത്തേക്ക് ഡബിൾ ഹാപ്പി ആയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ.